ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയത്. സോ എന്നാലും കുഴപ്പമില്ല. എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് തന്നെയാണ്. നമ്മുടെ ലൈൻ മാർക്കറ്റൊക്കെ താഴത്തോട്ട് വരുന്നുണ്ട്. നമ്മുടെ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ട്രേഡ് എടുക്കുക. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതായാലും ട്രേഡിൽ ജസ്റ്റ് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. നമ്മളെടുത്തത് 51,600 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. 436.98 437 കൂട്ടിക്കോ. 437 നമുക്ക് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഫോൾ വരുന്നുണ്ട് 3000. ഓക്കെ 3000-ൻ്റെ ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. കാരണം എനിക്കിന്ന് നല്ലൊരു വലിയൊരു ഡൗൺഫോൾ അല്ലെങ്കിൽ തന്നെ ഒരു നല്ലൊരു കൺവിക്ഷനാണ് ഡൗൺ സൈഡിലോട്ട്. തിരിച്ച് നല്ലൊരു കൺവിക്ഷനാണ്. ഓക്കെ തിരിഞ്ഞ് 3000-ൻ്റെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് 1000-ൻ്റെ ലോസ് ആയിട്ടുണ്ട്. ഭയങ്കര നല്ല വോൾട്ടൈലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഏതായാലും റിസ്ക് എടുക്കണ്ട. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. 436.98 നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. അപ്പോൾ 399-ഉം 400 ട്രിഗർ പ്രൈസും വച്ചേക്കാം നമുക്ക്. ഓക്കെ തിരിച്ച് നമ്മൾ ഗ്രീനിലേക്ക് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അപ്പോൾ പെട്ടെന്ന് താഴത്തോട്ടൊരു മൊമെൻറ്റം, രണ്ട് സൈഡിലോട്ടും മൊമെൻറ്റം വന്നാലൊരു ഫാസ്റ്റ് മൊമെൻറ്റം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേളിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. ഒരു ഡൗൺഫോൾ ആണ്. റിസ്ക് എടുക്കണ്ട. ഓക്കെ 4,900 നല്ല വോൾട്ടൈലിറ്റി ആണ്. നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ടാർഗറ്റും കൂടെ വച്ചില്ലെങ്കിൽ ചിലപ്പം അവിടുന്ന് റിട്ടേൺ അടിക്കാനും ചാൻസ് ഉണ്ട്, ഇത്രയും ഹൈ വോൾട്ടൈൽ ആകുമ്പോഴേ. ഓക്കെ ഇപ്പം 453. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് വന്നിട്ട് 487. ഓക്കെ 457 പിന്നെയും താഴത്തോട്ട് വരുന്നുണ്ട്. 53. ഓക്കെ 60 മേലിൽ പോയിട്ടുണ്ട്. ഓക്കെ ഒരു 20 പോയിൻറ്റ്സ് കൂടെ നമുക്ക് ബാലൻസ് ഉള്ളൂ. 4 കണ്ടോ നമ്മുടെ ലൈനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിലിൻ്റെ ക്ലോസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുന്ന്. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. കാരണം ലൈനെ ബ്രേക്ക് ചെയ്യുന്ന കാണിച്ചിട്ട് പിന്നെ അവിടുന്ന് ഒരു റിട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. അപ്പം ഇവിടുന്ന് തിരിച്ചിനി ഇപ്പോൾ നെഗറ്റീവ് വരുവാണെങ്കിലും പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് വച്ചേക്ക്. കാരണം സെയിം നമ്മുടെ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടില്ല. ഈ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തതിൻ്റെ ക്ലോസ്. ഓക്കെ 470 84 86 86 വന്നിട്ട് മാർക്കറ്റ് തിരിഞ്ഞത്. നമ്മൾ 87-ലാണ് വച്ചിരിക്കുന്നത്. 80 ഒരു പോയിൻ്റ് വന്നിട്ട് തിരിഞ്ഞ് മാർക്കറ്റ്. ഓക്കെ 7,000 9,000 ആണ് നമ്മളുടെ ഒരു ടാർഗറ്റ് പോയിൻ്റ്. ഓക്കെ ടാർഗറ്റ് പ്രീമിയത്തിൽ നല്ലൊരു ഹൈപ്പ് കിട്ടി കേട്ടോ. അത്രയും വന്നുള്ളെങ്കിൽ കൂടി 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത്രയും താഴത്തോട്ട് വരണം. 450 അവിടുന്ന് തിരിഞ്ഞ് 6,000. ഒരു പോയിൻറ്റിൽ നമ്മളെ ടാർഗറ്റ് തരാതെ പോയത്, ഒരൊറ്റ പോയിൻറ്റിൽ 7,000. ഓക്കെ 9,000 ജസ്റ്റ് 1 പോയിൻറ്റ് ഞാൻ കാണിച്ചു തരാവേ. ജസ്റ്റ് 1 പോയിൻറ്റ് തരാതെയാണ് മാർക്കറ്റ് അവിടുന്ന് സ്കിപ്പായത്. ഓക്കെ വീണ്ടും വരുന്നുണ്ട് 465 87-ലാണ് നമ്മളുടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ വീണ്ടും നമ്മളുടെ പ്രോഫിറ്റ് കുറയാൻ തുടങ്ങി. 6,500 ജസ്റ്റ് ഒരു പോയിൻറ്റ്. അതൊരു ഹൊറബിൾ പരിപാടിയായിപ്പോയി. ഒരു പോയിൻറ്റ് 486 മാർക്കറ്റ് ട്രിഗർ ചെയ്തു. ജസ്റ്റ് നമ്മൾ 487 നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു പോയിൻ്റ് ചെയ്ത മാർക്കറ്റ് റിട്ടേൺ ആയോ. ഇവിടെ നിന്നൊക്കെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നാൽ പിന്നെ കരഞ്ഞാൽ മതി. നമ്മുടെ ലൈനിൻ്റെ മേളിലാണ് ക്ലോസ് കിട്ടിയത് ക്യാൻഡലിൻ്റെ. കണ്ട ഇപ്പോൾ ഇവിടെ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിലോ 4,000
4000 ശരിക്കും നമ്മുടെ ഇത് കുറഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് വരട്ടെ. താഴത്തോട്ട് വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ നമുക്ക് പ്ലേസ് ചെയ്യാം. വീണ്ടും നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ 105 അയ്യോ 180 ക്വാണ്ടിറ്റി ആയിരുന്നല്ലോ നമ്മൾ. 105 അങ്ങനെ വന്നേ. നമ്മൾ റിഫ്രഷ് ഓർഡർ 75. അയ്യോ നേരത്തെ നമ്മുടെ ടാർഗറ്റിൽ ഇതാ 180 105 75 ബുക്കായി. 87 കാണിക്കാത്ത എന്താണാവോ. എങ്കിൽ പിന്നെ മുഴുവൻ ബുക്കാക്കിക്കൂടായിരുന്നോ? മുഴുവനും ബുക്കായില്ല, ജസ്റ്റ് 75 180 ക്വാണ്ടിറ്റിയാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തത്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണേ. 180 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഇതാ ജസ്റ്റ് 75 ക്വാണ്ടിറ്റി ബുക്കായി. ഞാൻ ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാത്തതാണല്ലോ, നിങ്ങൾക്കറിയാലോ. അത് മാർക്കറ്റേ കണ്ട 75 ക്വാണ്ടിറ്റി ബുക്കായി, ബാക്കി സ്റ്റിൽ റിമൈനിങ് 105 ക്വാണ്ടിറ്റി. ഇതെന്ത് പരിപാടിയാണ് മാർക്കറ്റ് കാണിക്കുന്നത്? അയ്യോ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ഞാനും കാണാം, ഞാനും ഒന്ന് നോക്കാം റെക്കോർഡിങ്. കാരണം അതെങ്ങനെ പാർഷ്യലി ബുക്ക് ചെയ്തോ? ഞാൻ കൊടുത്ത ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എങ്ങാനും മിസ്റ്റേക്കിലി കൊടുത്ത ഇല്ല. ഞാൻ കറക്റ്റ് ഞാൻ അവിടുന്ന് തന്നെ എക്സിറ്റ് ചെയ്യാനാണ് നോക്കിയത്. കാരണം ഇനിയിപ്പോൾ 105 ക്വാണ്ടിറ്റി മുഴുവൻ ബുക്ക് ചെയ്യുമ്പോൾ മുഴുവനും ബുക്കായിക്കൂടായിരുന്നു. ഇനിയിപ്പോൾ പണിയായല്ല. ബാക്കി 105 ക്വാണ്ടിറ്റി മാത്രം മിച്ചമായി. 75 ക്വാണ്ടിറ്റി ബുക്കായി. മാർക്കറ്റ് തിരിഞ്ഞ്. ഇനിയിപ്പം ഇത് ക്യാൻസൽ ചെയ്യാം, കാരണം അവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ തിരിഞ്ഞ്. അപ്പോൾ അതാ വീണ്ടും കോസ്റ്റിലേക്ക് വന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2000+ പ്രോഫിറ്റ് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യലി അവിടെ ബുക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോസ്റ്റിന് താഴ്ത്തു പോയി മാർക്കറ്റ് ഇപ്പോൾ ആക്ച്വലി. ഇനിയിപ്പോൾ ആ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെയും തിരിച്ച് ഫോളോ ചെയ്യണുണ്ട്. ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ആകെ നമ്മുടെ സൈക്കോളജി വളരെ ഇതാവുന്നത്. കണ്ട തിരിച്ച് മാർക്കറ്റ് 1700 എത്ര 9000 പ്രോഫിറ്റ് കാണിച്ച സ്ഥലമായിരുന്നു. അത് ബുക്കാവാതെ തിരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയുടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റിനടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോഴും ഒരു 2000 അത് പാർഷ്യലി ബുക്ക് ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ഏരിയ ഏകദേശം എത്തി. 400-ലായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കേണ്ടത്. ഇപ്പോൾ 405 കണ്ടോ. ഇവിടെ കൊടുത്ത് ഇറങ്ങണോ? ആകെ കൺഫ്യൂഷനുള്ള ട്രേഡായല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയോ മാർക്കറ്റ് ബ്രേക്ക്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഒരു 2000-ന് മേളിൽ മാർക്കറ്റ് ലോസ് കാണിച്ചാൽ ഇറങ്ങാം. നമുക്ക് 2000 ഇതിൽ നമുക്ക് അഫോർഡബിൾ ആണല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ 3000 4000 ലോസ് ബെയർ ചെയ്യാൻ തയ്യാറായിരുന്നല്ലോ. ഇതിപ്പോൾ അത്രയും കൊടുക്കണ്ട. ഒരു 2000 വല്ലതും ലോസ് കാണിക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാം. ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ സൈക്കോളജി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹൊറിബിൾ. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട്. ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനിൻ്റെ താഴത്ത് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 105 ക്വാണ്ടിറ്റിയെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോഴും ഒരു 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് ആയി. ഒരു 450 വല്ലതും കണ്ട. ഇതാണ് നോക്കി ആ 75 ക്വാണ്ടിറ്റി ബുക്കായത് 480. അതാണ് പോട്ടെ, അതൊക്കെ പാർട്ട് ഓഫ് എ ഗെയിം. ഇതൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ, മാർക്കറ്റ് തരുന്നതാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും.
വീണ്ടും 3000. ഇപ്പോൾ ആ സംഭവിക്കുന്ന ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ ഇനിയും കുറച്ച് ടൈം കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, ബ്രേക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പം മാർക്കറ്റ് നമ്മുടെ ലൈനെയും കൂടെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. നമ്മുടെ ലൈനെ മാർക്കറ്റ് ക്രോസ് ചെയ്തു 4800. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റ് ഓക്കെ, വാ, ഗുഡ്. നമ്മുടെ ലൈനെയും മാർക്കറ്റ് 5000 450 ഓക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് സെയിം ടാർഗറ്റ് 487 നമ്മൾ നമ്മളുടെ ടാർഗറ്റ് വെച്ചേക്കാം. 455 456 ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഫോള് വരുന്നുണ്ട്. ഗുഡ്. ഒന്ന് ചെറുതാക്കിയാൽ വെരി ഗുഡ്. ഭയങ്കര വോൾട്ടൈലായിരുന്നേ. അറ്റ് ലാസ്റ്റ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്തു. താങ്ക് ഗോഡ്. ഓക്കെ, എത്ര 6500. ഗുഡ്. നൈസ് പ്ലേ. 480 ഓക്കെ. ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 9000-ൻ്റെ ടാർഗറ്റ് നമ്മളിന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ട്രേഡായിരുന്നേ. നിങ്ങളൊന്ന് ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ കണ്ടു നോക്കണേ. ഞാനും 1-2 വട്ടം കാണുന്നത്. നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് നമ്മുടെ ട്രേഡിൽ ഞാൻ എൻ്റർ ആയത്. പക്ഷെ അവിടുന്ന് തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു, മേളിലേക്ക് പോകുന്നു. ഒരു 1 പോയിൻറ്റിലായിരുന്നു. അപ്പം ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് നമ്മളെ കരയിച്ച്, അതും പാർഷ്യലി ബുക്കും ചെയ്തു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ മേളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് നമ്മളുടെ ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ നിങ്ങളൊന്ന് നോക്കിക്കോളാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ മേളിൽ അതിൻ്റെ ഹൈ കാണിക്കും. നിങ്ങൾ ജസ്റ്റ് ഞാൻ ചുമ്മാ പറയുമല്ലോ, 86 നമ്മൾ വച്ചിരുന്നത് 87-ലായിരുന്നു. 86 എത്തിയിട്ടായിരുന്നു ആ ക്യാൻഡിൽ അവിടുന്ന് റിവേഴ്സ് ആയത്. അപ്പോൾ എന്നിട്ടും അതാവാതെ തന്നെ അവിടുന്ന് പാർഷ്യലി ബുക്കായിരുന്നു 75 ക്വാണ്ടിറ്റിയോമീറ്റർ. അത് കഴിഞ്ഞ് ബാക്കി 105-ന് വേണ്ടി നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, ഏതായാലും 9000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.